ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ന്യൂമറിക്കൽ. ഓക്കെ, നമ്മളുടെ ചാപ്റ്റർ നമ്പർ 9 ആയിട്ടുള്ള സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലെ ന്യൂമറിക്കലാണ്. നോക്കാം. ദ ക്വസ്റ്റ്യൻ ഇസ് ലൈക്ക്, ഗിവൻ ദാറ്റ് ദ ആവറേജ് ഡ്യൂപ്ലിക്കേഷൻ ടൈം ഓഫ് E. coli is 20 minutes, how much time will 2 E. coli cells will take to become 32 cells? ചോദിച്ചത് എത്രയേ ഉള്ളൂ. നമ്മൾക്ക് അറിയാവുന്ന പോലെ ഈക്കോളൈ സെൽസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 20 മിനിറ്റ്സ് ആണ് എങ്കിൽ 2 ഈക്കോളൈ സെല്ലുകൾ 32 സെല്ലാകാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ആൻഡ് വി നോ ദാറ്റ് ഒരു സെല്ലാണ് 2 ആയിട്ട് മാറുക. അപ്പോൾ 2 സെല്ല് എത്രയായിട്ട് മാറും? 2 സെല്ലാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് അല്ലേ. അപ്പോൾ 2 സെല്ല് എത്രയായിട്ട് മാറും? അത് 4 ആകും, 4 8 ആകും, 8 16 ആകും, ആൻഡ് 16 ആണ് 32 ആവുക. അപ്പോൾ ഈ 32 എണ്ണമായി മാറണം എന്നുണ്ടെങ്കിൽ ഇറ്റ് റിക്വയർസ് 4 സെൽ ഡിവിഷൻ ഇൻ ബിറ്റ്വീൻ അല്ലേ. 4 തവണ സെല്ല് ഡിവൈഡ് ചെയ്താലാണ് ഈ 2 എണ്ണമുള്ള ഈക്വലൈ സെല്ലുകൾ 32 എണ്ണമായിട്ട് മാറുക. അപ്പോൾ അതുകൊണ്ട് ഒരു സെൽ ഡിവിഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന സമയം 20 മിനിറ്റ് ആണെങ്കിൽ 4 എണ്ണം നടക്കാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കും? 4 × 20 എടുക്കും അല്ലേ. 4 × 20 ഈസ് ലൈക്ക് 80 മിനിറ്റ്സ്. 80 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദാറ്റ് ഈസ് 1 hour ആൻഡ് ലൈക്ക് 20 മിനിറ്റ്സ് അല്ലേ. 1 hourഉം 20 മിനിറ്റ്സും ആണ് ബേസിക്കലി അവറിൽ നമ്മൾ പറയുമ്പോഴത്തേക്ക് എടുക്കുന്ന സമയം. മിനിറ്റ്സിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ജസ്റ്റ് 80 മിനിറ്റ്സ്. അപ്പോൾ 80 മിനിറ്റ്സ് കഴിഞ്ഞ് 4 സെൽ ഡിവിഷൻസും കഴിഞ്ഞാലാണ് ഈ പറഞ്ഞ ഈക്വലൈ സെൽസ് 2 ഈക്വലൈ സെൽസ് 32 ആയിട്ട് കൺവേർട്ട് ആവുക. Okay, yes, okay, thank you.